അസ്സലാമു അലൈക്കും. ഫാറൂഖ് ചെറുപ്പുളശ്ശേരിയാണ്. ഞാനിപ്പോൾ മനോജേട്ടൻ്റെ വീട്ടിലാണുള്ളത്. അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് സത്യം പറഞ്ഞാൽ ക്യാഷ് ആയിട്ടില്ല. അതുകൊണ്ട് മനോജേട്ടനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിക്കുകയാണ്. ഇനി നമ്മുടെ മുന്നിൽ വെറും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യണമെന്നറിയാതെ ഈ പിഞ്ചു മക്കൾക്ക് മനോജേട്ടനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പരിശ്രമത്തിലാണ് ഈ നാട്ടുകാരും ഞാനൊക്കെ. എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാകണം. ഈ പൊന്നുമോളുടെ കരച്ചിലൊക്കെ മുഖം നോക്കാം. അച്ഛനെ കണ്ടിട്ട് കൊതി പോലും മാറിയിട്ടില്ല മക്കൾക്ക്. മനോജേട്ടനാണെങ്കിൽ ഒരുപാട് വിഷമത്തിലുള്ളത്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും എന്ത് പറയണമെന്ന് പോലും അറിയാത്തൊരു മാനസികാവസ്ഥയിൽ ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് വാക്കുകൾ പോലും പതറുന്നുണ്ട്. ഈ കുഞ്ഞു മക്കളുടെ കളിച്ചിരി മാറിയിട്ടില്ല, അറിയാലോ. ഈ അച്ഛനെ കണ്ടിട്ട് കൊതി മാറിയിട്ടില്ല ഈ മക്കൾക്ക്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും മനോജേട്ടന് വേണ്ടി ഒന്നും കൂടി അകമഴിഞ്ഞ് സഹായിക്കണം. അതുപോലെ തന്നെ ജോയിന്റ് അക്കൗണ്ട് ആയതുകൊണ്ട് എല്ലാവരും പല ആളുകളും പൈസ അയച്ചാൽ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും കഴിയുന്ന രൂപത്തിലൊന്ന് സഹായിക്കണം. മോൾ എന്താ പറയാ പറഞ്ഞ? അച്ഛനെല്ലാവരും സഹായിക്കണം. ഹോസ്പിറ്റലിൽ ഇത് ചെയ്യാനുള്ള പൈസ ഇല്ലാണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നേക്ക. എല്ലാവരും എൻ്റെ അച്ഛനെ സഹായിക്കണം. അതുപോലെ മനോജേട്ടന് ലിവർ നൽകാൻ ഭാര്യ തയ്യാറാണ്. പക്ഷെ അതിനുള്ള പണം ആയിട്ടില്ല. ഈ മക്കളുടെയൊക്കെ മുഖം നോക്കാം നിങ്ങൾ. എന്താ എനിക്കിവിടെ ഒന്ന് പറയേണ്ടെന്ന് പോലും അറിയുന്നില്ല. അത്രമാത്രം വളരെ സങ്കടത്തിലാണ് ഞാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും. ചേച്ചിയെ എന്തായാലും പറയാനുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ടവരോട്? ഞങ്ങൾ ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചോദിച്ചു മേടിച്ച് പോകുന്നതാ. പൈസ നമുക്ക് അവിടുത്തെ ഒരു ദിവസം തന്നെ 30,000 രൂപയ്ക്ക് മേലെ വരും. അത് കൊടുക്കാനായിട്ടില്ല. അപ്പോൾ ഓപ്പറേഷന് പൈസ നമുക്ക് തികയാത്ത കാരണം, അവിടെ അടയ്ക്കാൻ പൈസ ഇല്ലാത്ത കാരണം ഞങ്ങൾ ഡിസ്ചാർജ് ചോദിച്ചു മേടിച്ച് പോകുന്നതാണ്. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. ഈ മക്കൾക്ക് എന്തായാലും നമുക്ക് മനോജേട്ടനെ തിരിച്ചു കൊടുക്കണം. ഈ വീഡിയോ കാണുന്ന എൻ്റെ ഓരോ പ്രിയപ്പെട്ടവരും കഴിയുന്ന രൂപത്തിൽ സഹായിക്കണം. മനോജേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ആളുകൾ പ്രിയപ്പെട്ടവരോട്? എൻ്റെ ഈ പറക്കുമുറ്റാത്ത 2 മക്കളെ നോക്കുവാനായിട്ട് കുറച്ചു കാലം ഈ ജീവിതം കുറച്ച് നിർത്തി കിട്ടാനായിട്ട്